നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വരുമ്പോഴേക്കും അതിന്റെ അകത്ത് നമുക്കൊരു പ്രിസർവേറ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത് അത്രയും നല്ലൊരു പ്രിസർവേറ്റീവ് സിസ്റ്റം ആയിരിക്കണം. പാരബൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഹാംഫുൾ ആണ്. പിന്നെ അതുപോലെ തന്നെ ഫോർമാൽഡിഹൈഡ് റിലീസിംഗ് ആയിട്ടുള്ള പ്രിസർവേറ്റീവ്സ് ഉണ്ടാവാം. പിന്നെ അതുപോലെ തന്നെ ഫിനോക്സിയത്തിനോട് എല്ലാവർക്കും സൂട്ടബിൾ ആവണമെന്നില്ല, സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ. സിന്തറ്റിക് പ്രിസർവേറ്റീവ്സ് ആണെന്നുണ്ടെങ്കിൽ ചീപ്പറാണ്. പക്ഷെ നാച്ചുറൽ പ്രിസർവേറ്റീവ്സ് ആകുമ്പോഴേക്കും അതിന്റെ അകത്ത് കുറച്ചും കൂടി പ്രൈസ് വരും. നാച്ചുറൽ ആയിട്ടുള്ള പ്രിസർവേറ്റീവ്സ് യൂസ് ചെയ്ത് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ളത് ചിലപ്പോൾ ഒരു ഫ്രഷ്ലി ഞാനൊരു പേസ്റ്റ് ആയിട്ടോ എന്തെങ്കിലും പാളി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതെനിക്ക് ഫ്രഷ് ആയിട്ട് ഇപ്പോൾ ഹൈദരാബാദോ അങ്ങനെ പോലുള്ള സ്ഥലത്തേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ റെഫ്രിജറേഷൻ വേണ്ടി വരും. ടെട്രാ പാക്കിങ്ങോ അതുപോലുള്ള ഒരു പാക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ അതിനും ഈ കോസ്റ്റ് വരും. അപ്പൊ നമുക്കത് ഒരിക്കലും ഒരു സിന്തറ്റിക് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ഉള്ള ഒരു ഇതായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. പ്രോഫിറ്റിന് വേണ്ടിയിട്ട് അങ്ങനെ കോംപ്രമൈസ് ചെയ്തിട്ടില്ല, പക്ഷെ സസ്റ്റൈനബിലിറ്റി വെച്ചിട്ട് കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമുക്കറിയാം ഒരു 10 കിലോളം റോ ഡ്രഗ് ഉണ്ടെങ്കിലാണ് നമുക്കൊരു 1 കിലോ എക്സ്ട്രാക്ട് കിട്ടുക. ചിലപ്പോൾ അതിന്റെ സോൾവെന്റ് വരിക, എക്സ്ട്രാക്ഷൻ പ്രൊസീജിയർ, ഇതെല്ലാം നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കോംപ്രമൈസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഓർഗാനിക് ആയിട്ടുള്ള ഐറ്റംസ് ഇൻഗ്രീഡിയൻസിന്റെ സപ്ലൈ ചെയിൻ അത്ര വെൽ എസ്റ്റാബ്ലിഷ്ഡ് അല്ല. അപ്പൊ അങ്ങനെ കിട്ടാതിരുന്നിട്ടുണ്ട് പല കാര്യങ്ങളും.